നിങ്ങൾ സംസാരിച്ചത് മധുവിന്റെ കല്യാണക്കാര്യമല്ലേ? നീ ഇപ്പൊ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പോലെ തോന്നണല്ലോ ചോദ്യം കേട്ടിട്ട്. എന്നോടുണ്ടോ നിങ്ങൾ ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുള്ളൂ? മധു അല്ല, സുഗതനാ ഗിരിജയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. സുഗതനോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാനും ഒരു സ്ത്രീയല്ലേ, അറിയാതെ ഇത് വല്ലതും പറയാൻ ഒക്കുമോ? നോക്കെ, ഞാനാണ് അങ്ങേർക്ക് വാക്ക് കൊടുത്തത്. എന്റെ മകന് കിട്ടേണ്ട ഭാഗ്യം വല്ല എരപ്പനും പരപ്പനും കൊടുക്കണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം? അങ്ങനെ പറയരുത്, ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. ഞാനല്ല അവനെ പ്രസവിച്ചതെങ്കിലും എന്റെ മകനാവൻ. പ്രസവവേദന അനുഭവിക്കാതെ എനിക്ക് കിട്ടിയ മകനാവൻ. കുരുത്തം കിട്ടവളെ, നീ എന്റെ ശത്രു ആണെന്ന് പറഞ്ഞേക്കാം. ഞാനല്ല ശത്രു, നമ്മൾ തന്നെയാ. നാട് മറന്നാലും മൂട് മറക്കരുത്. മനുഷ്യരായ നന്ദി വേണം. അച്ഛാ, അമ്മേ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്റെ മനസാക്ഷി നടന്നു. പറയൂ, ഞാൻ നിങ്ങളുടെ മകനല്ലേ? ഞാൻ നിങ്ങളുടെ മകനല്ലേ? അല്ലടാ, അല്ല. ഇതുവരെ നിനക്കത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ മര്യാദ കൊണ്ടാണെന്ന് വിശ്വസിക്കുക. നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്. എന്തിന് എന്തിന് ആ ചുറ്റുപാടുണ്ടായിരുന്നു? നിനക്ക് വീടോ കൂടോ വേണ്ടപ്പെട്ടവരോ ഇല്ലാതെ ചുറ്റുപാടിൽ. വീടും കൂടും ഇല്ലാതെ വരുന്നത് മനസ്സിലാക്കാം. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാതെ വരുമോ? അച്ഛനും അമ്മയും മരിച്ചു പോയെങ്കിലോ? ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കണം. നീ ശബ്ദിക്കരുത്. അമ്മേ, അമ്മേ, സത്യപ്പറയമ്മേ, ഞാൻ അമ്മയുടെ മകനല്ലേ? അമ്മേ, ഈ ഉദരത്തിൽ പറഞ്ഞ മകനെന്നാണല്ലോ അമ്മേ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്റെ അമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരുമമ്മേ. എന്നാലും ഞാൻ അമ്മയുടെ മകനല്ലെന്ന് മാത്രം അമ്മ പറയരുത്, ഒരിക്കലും പറയരുതമ്മേ. അല്ല, അച്ഛൻ പറഞ്ഞത് ശരിയാ. അമ്മേ, ആരോരുമില്ലാതെ അനാഥമായി കിടന്ന നിന്നെ എടുത്തു വളർത്തിയ ഞങ്ങളോട് തന്നെ നീ ദ്രോഹം ചെയ്യുന്നു. ദ്രോഹമോ? എന്ത് ദ്രോഹമാണ് അച്ഛൻ ഞാൻ ചെയ്തത്? എന്ത് ചെയ്തെന്ന്? എന്റെ മകന് കല്യാണം നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ നീ കൂടോത്രം ചെയ്ത് മയക്കെടുത്തില്ലടാ. ഏത് പെണ്ണ്? മനസ്സിലായില്ലേ? ഗിരിജ. പറയടാ, എന്താണ് മിണ്ടാ? നീ പോ. ഇനി ഒരു നിമിഷം നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അച്ഛാ, എനിക്കൊന്നും അറിഞ്ഞൂടച്ചാ. ഗിരിജയെ മധുവിന് നിശ്ചയിച്ചിരുന്നു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. ഈ ഒരു തെറ്റിന് എന്നെ അച്ഛനെന്ന് വിളിക്കാതെടാ. ഞാൻ നിന്റെ അച്ഛനല്ലടാ. ആണെങ്കിലും അല്ലെങ്കിലും അങ്ങ് എന്റെ അച്ഛനാണ്. അമ്മേ, അമ്മേ, അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കും അമ്മേ. ഞാൻ എങ്ങനെ നിങ്ങളെ പിരിഞ്ഞിരിക്കും അമ്മേ? എങ്ങനെ കാണാതിരിക്കും അമ്മേ? എന്നെ ഇവിടെ നിന്ന് പോകാൻ മാത്രം പറയരുതമ്മേ. അത്രയ്ക്ക് നിനക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? ഉടനെ പോയി മധുവിനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഗിരിജയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താണ് വിളിച്ചു നോക്കുന്നത്? നിനക്ക് സാധിക്കുമോ ഇല്ലയോ? ഞാൻ പോകാം. എന്നാ പോ, വേഗം പോടാ. നീ നടന്നില്ലേ? സുഗതൻ, സുഗതൻ, എന്താ എന്നോട് പിണക്കമാണ്? സുഗതൻ, സുഗത, എന്തിനാണ് കരയുന്നത്? എന്ത് സംഭവിച്ചു? സംഭവിക്കാൻ പാടില്ല പലതും സംഭവിച്ചു. ഇന്നോളം അച്ഛാ അമ്മയെന്ന് വിളിച്ചവർ ഇന്ന് എനിക്ക് ആരുമല്ലാതായി തീർന്നിട്ടുണ്ട്. എന്ന് വെച്ചാ? എനിക്ക് മേൽലാസമില്ല ഗിരിജയെ, മേൽലാസമില്ല. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. അവർ എന്നെ എടുത്തു വളർത്തുക മാത്രമാണ് ചെയ്തത്. ഞാൻ ഇന്ന് ആ വീട്ടിനൊരു ആവശ്യമില്ലാതായി തീർന്നിരിക്കുന്നു ഗിരിജെ. സുഗത, ആരൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ സ്നേഹം നിറഞ്ഞ ഹൃദയമുള്ള ഒരു ഗിരിജി അവളുടെ പിതാവും ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് വിശ്വസിക്കൂ. എന്നെ വിശ്വസിക്കൂ. അങ്ങനെയല്ല ഗിരിജെ, അങ്ങനെയല്ല. ദയവ് ചെയ്ത് നീ എന്നെ മറന്നേക്കൂ. ഞാൻ സത്യം പറയുന്നു ഗിരിജെ, നമ്മുടെ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട് പറയൂ? എന്റെ അച്ഛന് അതിഷ്ടമല്ല. അവരുടെയൊക്കെ ഇഷ്ടം ആര് നോക്കുന്നു? നമ്മുടെ കല്യാണം ദൈവസാക്ഷിയായി നിശ്ചയിച്ചു കഴിഞ്ഞു. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഗിരിജെ, ഞാൻ അവകാശം പറയുകയല്ല. മധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അവരാരാണെന്ന് നിശ്ചയിക്കാൻ? അത്ര ഇഷ്ടം പോലെ നടക്കാൻ നമ്മൾ പാവങ്ങളാണോ? ഗിരിജെ, പരിതസ്ഥിതി എന്താണെന്നും ഞാൻ പറയുന്നത് എന്താണെന്നും നിനക്ക് മനസ്സിലാകുന്നില്ല.
സുഗത, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരുത്തിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. അയാളെ കിട്ടിയില്ലെങ്കിൽ അവൾ മരിക്കുന്നതായിരിക്കും ഭേദം. ശരിയാണ് ഗിരിജ, ഞാനത് മനസ്സിലാക്കുന്നു. എനിക്കതിൽ വേദനയില്ലെന്നാണോ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം നമ്മുടെ തലയിൽ അത്രമാത്രമേ എഴുതിയിട്ടു എന്ന് കരുതി സമാധാനിക്കും. നോക്കൂ ഗിരിജ, നമ്മുടെ വിവാഹം നടന്നാൽ പിന്നെ ആ വീട്ടിൽ എനിക്ക് ഒരു നിമിഷം കഴിയാൻ ഒക്കുകയില്ല. വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം. അങ്ങനെയല്ല ഗിരിജ, ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ദൈവത്തെ പോലെ സ്നേഹിക്കുകയാണ്. അവരെ പിരിഞ്ഞ് ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങളോട് സ്നേഹമില്ലാതെ അച്ഛനെയും അമ്മയും നിങ്ങൾ എന്തിനു സ്നേഹിക്കുന്നു? ദ്രോഹിയാണ്. എന്റെ അച്ഛനെയും അമ്മയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരും. അതെ, ഞാൻ അങ്ങനെ തന്നെ പറയും. ദ്രോഹിയാണ്. ഗിരിജ, നന്ദി കേട്ടോ. ഗിരിജ, മഹാപാവിയാണ്. ഗിരിജ. നീ മാത്രമേ കല്യാണം കഴിക്കണോ? എത്ര നാളെ പറയുന്നത്? എന്റെ അച്ഛന്മാരെ പറയുന്നു പറഞ്ഞാൽ ഗിരിജെ, നീ എന്താ പറയുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? നിന്നോട് ചോദിച്ചില്ലെന്നാണോ? നിനക്ക് നല്ലതേറെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലെന്നോ? ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടം കൂടി അച്ഛൻ ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ. ഗിരിജെ, മുറ്റത്ത് കയറുന്ന വയസ്സിലും തൂത്തെറിയുന്നു. ഞാൻ ഇക്കണ്ട പണമെല്ലാം ചിലവാക്കി മധുവിനെ പഠിപ്പിച്ചു. അത് നീ മനസ്സിലാക്കണം. അച്ഛാ, ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കിയത് എനിക്കെതിരില്ല. പക്ഷെ അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ നിന്നെ ആരാണ് വിവാഹം കഴിക്കേണ്ടത്? സുഗതൻ. ആ കന്നുകാലി ചെറുക്കനോ? മൂടും ചൂടുമില്ലാത്ത ഒറ്റപ്പൂരാണ്. അവന്റെ തന്തയാര് തള്ളയാര്? എന്തൊക്കെ ഇല്ലെങ്കിലും അന്തസ്സും മര്യാദയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അച്ഛാ. അങ്ങനെ വഴിയെ പോകുന്ന ഒരു തെണ്ടിക്ക് പിടിച്ചു കൊടുക്കാൻ എനിക്ക് പെൺമക്കളില്ല. മധുവിന് എന്താണ് ദോഷം? പഠിപ്പില്ലേ, മിടുക്കില്ലേ, കുടുംബമില്ലേ? എല്ലാം ഉണ്ട്. പക്ഷെ ഹൃദയം കൂടി വേണം. ഒരു പെണ്ണിന്റെ മനസ്സ് എന്താണെന്ന് അച്ഛൻ അറിയണം. പെണ്ണിന്റെ മനസ്സ് ചെറുപ്പത്തിലെ തള്ളപോയി. നിനക്ക് വല്ല ദുഃഖവും വന്നെങ്കിലോ എന്ന് വിചാരിച്ച് മറ്റൊരു വിവാഹത്തിനൊരുങ്ങാതെ എന്റെ ദേഹത്തിന്റെ ചൂട് തന്ന് നിന്നെ ഞാൻ വളർത്തി. എന്റെ ജീവിതത്തിന്റെ ഭാഗ്യവും സന്തോഷവുമായി. ഈ ലോകത്തിന്റെ സങ്കടം അച്ഛനോടല്ല മറ്റാരോടെയും പറയും. എന്റെ ഭാവി, എന്റെ ഭാഗ്യം, എന്റെ സന്തോഷവുമാണ് അച്ഛൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുഗതനെ അല്ലാതെ മറ്റാരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് സാധ്യമല്ല. ഈ ജന്മത്തിൽ സുഖമല്ല മറ്റാരെയും വിവാഹം കഴിക്കില്ല. അവൾ പറഞ്ഞു കേട്ടില്ലേ സുഗതനെ വിവാഹം ചെയ്യണമെന്ന്? സുഗതനെ? ശരി, അതുകൊണ്ടെന്ത്? മോളെ, നീ കരയാതെ മോളെ. നിനക്ക് സുഗതനെ തന്നല്ലോ വിവാഹം ചെയ്യണം. ആ കാര്യം ഞാൻ ഏറ്റു. നീ ചുമ്മാതിരിക്കും. ചേട്ടാ, നിങ്ങൾ ചുമ്മാതിരിക്കും. അമ്മേ. സുഗത, വീട്ടിലേക്ക് വാ മോനെ. ഇല്ല, പിന്നെ വരത്തില്ല. മുൻകോപം കൊണ്ട് അച്ഛൻ വല്ലതും പറഞ്ഞെന്നിരിക്കും എന്ന് വിചാരിച്ച് നീ വീട്ടിൽ കയറാതെ. ഞാനൊരു അധികപ്പറ്റാണമ്മേ. ഞാൻ നിമിത്തം അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമവും ഉണ്ടായിക്കൂടാ. അങ്ങനെ പറയരുത് മോനെ. നിങ്ങൾ രണ്ടു മക്കളാണ് എനിക്ക്. ഇടത് കണ്ണെന്നും വലത് കണ്ണെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല മോനെ. അങ്ങനെ കാണാതെയും കരുതാതെയും ഇരുന്നതാണമ്മേ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? അമ്മയെങ്കിലും പറയണം എന്റെ അച്ഛനമ്മമാർ ആരാണെന്ന്. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന്. വീണ്ടും നീ ആ കാര്യം എടുത്തിടുകയാണോ? എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളാണമ്മേ, എനിക്കത് അറിയണം. അറിഞ്ഞേ തീരൂ. എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് പറഞ്ഞുകൂടാ? സുഗത, ഞാൻ എന്റെ മധുവിനേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനായിട്ട് കുടുംബ സമാധാനം നശിപ്പിച്ചുകൂടാ മോനെ. എന്റെ സമാധാനം നശിപ്പിക്കല്ലേ അമ്മേ? ഞാനൊരമ്മയാണ് കുഞ്ഞ്. ഒരമ്മയ്ക്ക് എല്ലാത്തിനേക്കാളും വലുത് കുടുംബമാണ്. അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ ക്രൂരമായി ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. അമ്മ പൊയ്ക്കോളൂ. നീ വരാതെ ഞാൻ പോകുന്നില്ല. മധുവിനെ പിരിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്.
നിന്നെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ഞാൻ ജീവിച്ചിട്ടില്ല. നിന്നെ പ്രസവിച്ചവളല്ലെങ്കിലും നിനക്ക് പാല് തന്നു വളർത്തിയവളാണ് ഞാൻ. നീ അമ്മ എന്ന് വിളിക്കുമ്പം മധുവിനെ മാറ്റി നിർത്തിയിട്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുള്ളവളാണ് ഞാൻ. ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിലും നീ കടപ്പെട്ടവനാണെന്നാ എന്റെ വിശ്വാസം. അമ്മേ, അമ്മേ, എന്റെ അമ്മ കരയരുത്. വരൂ അമ്മേ, വീട്ടിലേക്ക് പോ. നല്ല സാമ്പാറാ, നിറച്ചുണ്ണു മോനെ. എന്താ ഇത്? അവൻ ഊണ് കഴിച്ചോട്ടെ, നിങ്ങളുടെ ദേഷ്യം ഇനി അടങ്ങിയില്ല. എങ്ങനെ എന്റെ ദേഷ്യം തീരും? എടാ, നീ ഗിരിജർ കൊടുത്തെന്ന് എന്ത് പറഞ്ഞു? മധുവിനെ കല്യാണം കഴിക്കണം എന്നാണോടാ നീ പറഞ്ഞത്? എടാ, ഞാൻ വളരെ നല്ലവനാണ്. പക്ഷെ നല്ല സാധനം ചീത്തയായാൽ അതുപോലെ ചീത്തയാകുന്നു വേറൊന്നും കാണുകയില്ല. നിനക്കറിയാമോ? പുറത്ത് ഞാൻ വിളമ്പി വെച്ച ചോറല്ലേ അവനൊന്ന് ഉണ്ടോട്ടെ. വിളമ്പി വെച്ച ചോറ് ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം ഇനി അവന് കൊടുത്തു പോരുത്. കടക്കടാ പുറത്ത്. ഞാനത് സമ്മതിക്കില്ല. അവൻ എവിടെ പോകാനാ? മധുവിനെ വേണമെങ്കിൽ പോകാൻ പറയണം, ഞാനത് സഹിക്കാം. അവൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം മധുവിന്റെ വിവാഹം നടക്കില്ല. നിനക്ക് മനസ്സിലായോ? ഇവിടെ നാട്ടിൽ കണ്ടു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ഇവിടുന്ന് പോകാൻ ഒക്കില്ല. അമ്മ അടിക്കണം. ഞാൻ പൊയ്ക്കൊള്ളാം അച്ഛാ, ഞാൻ പൊയ്ക്കൊള്ളാം. അമ്മ അടിക്കണം, ഞാൻ പൊയ്ക്കൊള്ളാം. അമ്മേ, അമ്മേ, നീ പോകാതെ മോനെ. അമ്മേ, ഇത്രയും കാലം എന്നെ വളർത്തി എന്റെ അമ്മയെ ഞാൻ നിമിത്തം അടികൊള്ളാൻ സമ്മതിക്കുകയില്ല. എന്റെ അമ്മയെ ഞാൻ എന്നും വിചാരിക്കും. എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എവിടെ ഇരുന്നാലും എന്റെ അമ്മയെ ഞാൻ പൂജിക്കും. നീ പൂജിക്കണ്ടടാ. അച്ഛാ, ഞാൻ പോവാ. അച്ഛാ, ഒരേ ഒരു ആഗ്രഹം. ഇനി ഈ ജീവിതത്തിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി ഉണ്ണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകുമോ എന്തോ. അതുകൊണ്ട് അച്ഛാ, ഇപ്പൊ ഒരു പിടി ചോറ് എന്നാ കൊടുത്ത് തുലയടി. അവന്റെ ഒടുക്കത്തെ ചോറ്. എനിക്കിത് അമൃതാണമ്മേ. എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും അവസാനം കിട്ടിയ അമർ. എന്നെ അനുഗ്രഹിച്ചയക്കും അമ്മേ, എന്നെ അനുഗ്രഹിച്ചയക്കും. അടുത്ത ജന്മത്തിലെങ്കിലും അമ്മയുടെ വയറ്റിൽ പിറക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെങ്കിൽ. മതിയടി കൊഞ്ചിച്ചത്. മോനെ സുഗത, മോനെ സുഗത.